ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇനി ഞാൻ കാണുന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ ചായ തന്നെ തുടങ്ങാം. ചായ അല്ല കേട്ടോ, കാപ്പിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ച് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കാപ്പിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വെണ്ണീറൊക്കെ വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്നൊന്നും വെണ്ണീർ വാരാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ പട്ടത്തണ്ട് കത്തിക്കുക കാരണം കൊണ്ടൊന്നും നിറയെ വെണ്ണീറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി കളയണം. പിന്നെ ഞാൻ എന്നും നീക്കണ പോലെ തന്നെ 4:30ക്കൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഒരു 5:30 ആവാറാകുമ്പോഴാണ് നീച്ചിറക്കണത്. കാരണം ഇന്ന് കിച്ചന് സ്കൂളൊന്നുമില്ല. സ്കൂളിലേക്ക് ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം എന്തായാലും നേരത്തെ നീക്കണം അങ്ങനെയല്ല. പക്ഷെ 4:30ക്കൊന്നും നീച്ചില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ 5:30 ആവാറായിട്ട് നീച്ചത്. ഏട്ടന് നീച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ. പിന്നെ എനിക്ക് ഈ രാത്രി നല്ല ഇരുട്ടാവുക കാരണം തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങപ്പോൾ എന്താണെന്നറിയില്ല, പേടിയാവുകയാണ് കേട്ടോ. നിറച്ച് പന്നികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിയാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ പിടിച്ച് നീപ്പിക്കും കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ കാപ്പിക്കുള്ള വെള്ളം വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ എന്താ പറയുക, ചോറിനുള്ള വെള്ളം വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ഇഡ്ഡലി ചെമ്പ് അതിന് മേലെ കയറ്റി വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പിന്നാലെ നീച്ചു വന്നതോടെ കൂടെ തന്നെ ഏട്ടൻ്റെ പിന്നാലെ തുമ്പിക്കുട്ടി നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ കിച്ചുവിനെ തുമ്പിയുടെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ അവർ 8 മണി ആയാലും നീക്കില്ല കേട്ടോ. അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 5:30 6 മണിയുടെ ഉള്ളിൽ രണ്ടാൾ നീച്ച് വരും. അങ്ങനെയാണ് ഇവരുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീച്ചാട് ഇരിക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ പോയിട്ട് കിടന്നു, പുറത്ത് തണുപ്പൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആൾ കേൾക്കണില്ല കേട്ടോ. ഞാൻ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്താ പറയുക നീച്ച് വന്നു കേട്ടോ. നമ്മൾ ആരുടെയെങ്കിലും ചൂട് പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ നീച്ച് വരികയാണ് കേട്ടോ. തുമ്പിക്കുട്ടി എൻ്റെ അടുത്ത് കിടക്കുക കാരണം തന്നെ ഞാൻ നീച്ച് കഴിഞ്ഞാൽ വേഗം അറിയുകയും ചെയ്യും. അതൊക്കെയാണ് പ്രത്യേകതകൾ. അപ്പോൾ പറഞ്ഞ് ഞാൻ വേറെ വഴിക്ക് പോയിട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ മാവൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പഴം ഇരിക്കണം. അത് 2-3 ദിവസമായിട്ട് ഈ ഒരു പഴം ഇരിക്കണു. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് അളിഞ്ഞ് പിളിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ട്. ഇതിൻ്റെ അല്ല, 2-3 പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം കിച്ചു സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഷ്ണം കൂടി എടുക്കണം. പക്ഷേ ഇപ്പം ഞാൻ എടുക്കാനായിട്ട് മറന്നു കേട്ടോ ഈ പുഴുങ്ങണ സമയത്ത്. പിന്നെ വേറെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കഷ്ണം പഴരിക്കണ്ടല്ലോ, അതും വേഗം മുറിച്ചരിക്കി ഇടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ച് ഒരു സ്വല്പം ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു മധുരത്തിനൊക്കെ വേണ്ടി. പഴം ഓൾറെഡി മധുരം ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പഞ്ചസാര ഒരു ലേശം ഇടാറുണ്ട്. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടി ഇടാറുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തിട്ടാണ് പഴം പുഴുങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴക്കാലം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് പഴം പുഴുങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കിച്ചും തുമ്പിക്കൊന്നും വലിയ കുഴപ്പമില്ല, കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഒരു സ്വഭാവം ഒന്ന് മാറുന്നു മാത്രം. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് മറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ നേരത്തെ വെള്ളം വെച്ചില്ലേ, അത് ഇപ്പോഴാണ് തിളയ്ക്കേണ്ടത്. ഈ കണ്ട പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വെള്ളം ഒന്ന് ചൂടായി കിട്ടിയേക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, തീ എന്നെ പരീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീ കത്തണേ ഇല്ല, തീ കത്തുക ആയിട്ട് ഇപ്പോഴാണ് നേരെ കത്തിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ അടുപ്പത്തേക്കൊക്കെ വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സൂര്യൻ എന്നാണ് പറയുന്നത്, സൂര്യനല്ല കേട്ടോ, ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ. തെങ്ങിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, പുറത്തൊക്കെ നല്ല ഇരുട്ടില്ല, നേരം വെളുത്ത് വരുന്നതന്നെ ഉള്ളൂ. പക്ഷെ നല്ല നേരം വെളിച്ചായിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഓഫാക്കാനായിട്ട് ഞാൻ മറക്കും ചെയ്തു കേട്ടോ. പിന്നെന്താ, ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് പിന്നെ വലിയ കാര്യമുള്ള ചപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. കാരണം കാറ്റൊക്കെ ആയ കാരണം കൊണ്ട്, കാറ്റ് ഓവറായിട്ടില്ലെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ചപ്പൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ചോറിനുള്ളത് ഇഡ്ഡലി ചെമ്പ് മാറ്റി വിടുമ്പോൾ തന്നെ, ഇഡ്ഡലി ആയ സമയത്ത് തന്നെ
ആയി കഴിഞ്ഞോടുമ്പോൾ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചായ കുടിയൊക്കെ കഴിയുമ്പോഴത്തേനും വെള്ളം നല്ല ചൂടായി തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ നമ്മൾ കൂടുതലൊന്നും വെക്കണില്ലല്ലോ, ഉച്ചയ്ക്ക് മാത്രമല്ലേ വെക്കുള്ളൂ. പിന്നെ രാത്രി എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് അരി തന്നെ ഇട്ടിട്ടുള്ളൂ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിയൊക്കെ കഴുകലും ഇടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാൻ കേട്ടോ. ഒരു ട്രിപ്പ് അടിച്ച് വാരും തുടക്കലൊക്കെ കഴിഞ്ഞ് തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു വട്ടം കൂടി ആവാറായിട്ടുണ്ട്. അതിന് മാത്രം പൊടിയൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 8:30 ഒരു ടൈം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഇരുന്നിട്ട് തൊട്ടാവാടിയിൽ തൊട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കത് കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ തൊട്ടാവാടീനെ വെറുതെ വിടണേ ഇല്ല കേട്ടോ. ഇപ്പോൾ വന്നിട്ട് തോണ്ടിക്കൊണ്ടിരിക്കും കേട്ടോ അതിനെ. അവളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചു ഇത് അപ്പുറത്തിന് രണ്ടാൾ അടി കൂടി തെറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാൾ രണ്ട് വഴിക്ക് പോയെടുക്കണം. ഒരാൾ ഇവിടെ, ഒരാൾ അവിടെ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുണികൾ തിരുമ്പലും ഉണക്കലും എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റപ്പാലം പോയി തിരിച്ച് വരണ വഴിയാണ് ഞാൻ വീഡിയോ എടുത്തത്. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ, അത് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവിടേക്ക് പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വെയിലുണ്ട് പറഞ്ഞാൽ നല്ല വെയിൽ തന്നെയാണ്. ഞങ്ങളല്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അന്ന് ഒട്ടുക്കാത്ത വെയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഓരോരുത്തർ കുടയൊക്കെ പിടിച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ, അതുപോലെ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞ് ഉണങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, ആ ഒരു സങ്കടം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടില്ലേ. ഞങ്ങളല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് കയറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ആ ഒരു സൈഡിലുണ്ട്, അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് വേണം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം നട്ടുച്ചയാണ് കേട്ടോ. 12, 1 മണി, 2 മണി ആ ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ തുമ്പിക്കുട്ടീനെ നമ്മൾ അംഗനവാടിക്ക് ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്രയും വെയിൽ കേട്ടോ. ഞങ്ങൾ വേഗം പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ എങ്ങനെയായാലും നേരെ വൈകി കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോകുന്നത് ചളവറയ്ക്കാണ് കേട്ടോ. ചളവറയ്ക്ക് വന്നു ഏട്ടനൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ്റെ ഫോണൊക്കെ നാശമായിട്ട് ഫോൺ വേറെ ഉണ്ടായിരുന്നില്ല ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഏട്ടനൊരു ഫോണും കൂടി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ചളവറയ്ക്ക് വന്നു കേട്ടോ. അവിടെ നിന്ന് ഈ ഒരു ഫോണാണ് വാങ്ങിച്ചത്. സാംസങ് ഗാലക്സിയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് പിന്നെന്താ അത് വാങ്ങിച്ചു. നല്ലൊരു ഫോൺ തന്നെ ആയിരുന്നു കേട്ടോ. കളറൊക്കെ പർപ്പിൾ കളറായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ക്യാമറ ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയൊക്കെ തന്നെയാണ്, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഏട്ടൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഏട്ടൻ എനിക്ക് ഈ ഫോൺ തരുമെന്നൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിട്ടോ. പക്ഷെ ആള് ഞാൻ തരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൾ ഒറ്റയടിക്കാണ് പറയും ചെയ്തു കേട്ടോ. അല്ല, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഫോൺ തന്നെ മതി കേട്ടോ. എൻ്റെ രാശി ഫോണാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോൺ തന്നെ മതി. ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫോൺ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ റെഡ്മി, സാംസങ് ഗാലക്സി, ഓപ്പോയാണ് ഉണ്ടായിരുന്നത്. ഓപ്പോ ഓൾറെഡി ഉള്ള കാരണം കൊണ്ട് തന്നെ അത് വാങ്ങിച്ചില്ല. പിന്നെ റെഡ്മി നമ്മളുടെ അടുത്ത് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്. റെഡ്മിയും പിന്നെ ഈ ഒരു ഫോണാണ് ഞങ്ങൾ എടുക്കണ്ടേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവസാനം സാംസങ്ങിനെ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ റൊക്കം പൈസ കൊടുത്തിട്ട് എല്ലായിട്ടും എടുത്തിരിക്കുന്നത് അടവിനായിട്ടാണ് കേട്ടോ എടുത്ത് നടക്കണത്. അപ്പോൾ അതങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, കുറേ കൂടുതൽ തിരുമ്പാനുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഇട്ടിട്ട് പോയതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിയോട് എൻ്റെ തുമ്പിയാണെന്നുണ്ടെങ്കിലോ ഒരു ദിവസം ഒരു 150 മാറ്റിയും കൊണ്ടിരിക്കും കേട്ടോ. ആളിപ്പോൾ അംഗനവാടി പോയ കാരണം വലിയ കുഴപ്പമില്ല. പക്ഷെ അവർ കുളിച്ചിട്ടിട്ടതും എല്ലാവരും എല്ലാവരുടെ തന്നെയാണ്. അങ്ങനെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ വേഗം തിരുമ്പിയിട്ടു. അങ്ങനെ പുറത്തു കൂടെ ഇപ്പോൾ സമയം 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ മുണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൂടെ അഴക്കി കൂടെ ഇട്ടു. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് മാത്രം അത് കൂടെ ഇടുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഉണങ്ങി കിട്ടുമൊന്നുമില്ല, വെയിലൊക്കെ പോയല്ലോ. ഇനിയിപ്പോൾ അധികം ഉണങ്ങി കിട്ടുമൊന്നുമില്ല. അപ്പം ഇനി പുറത്തിട്ടിട്ട് മഞ്ഞ് കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചു. രാത്രി നമ്മൾ എടുത്ത് വെച്ചില്ലെങ്കിൽ മഞ്ഞ് കൊള്ളുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്ക് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എങ്ങാനും മഴ പെയ്താലോ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് മാത്രം ഞാൻ ഈ ഒരു അഴക്കി കൂടെ ഇട്ടിരിക്കുന്നത്. നാളെ നേരം വെളുത്തിട്ട് വേണം വെയിൽ വന്നിട്ട് ഇതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതുവരെയൊക്കെ അതിവിടെ കടന്നോട്ടെ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക ഫോണൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് അവളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അംഗനവാടിക്ക്. അവളെയൊക്കെ കൂട്ടിയിട്ട് വന്നു. കിച്ചു ഉണ്ട് അവിടെ, രണ്ടുപേരും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഞാൻ അവരടുത്ത് പറയുന്നുണ്ട്, അവർ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരം കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ മട്ടാണ് കേട്ടോ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷമുള്ള ജോലിയിൽ ഒരു മുറ്റടിക്കലാണ് കേട്ടോ. അയ്യോ, കുരങ്ങന്മാർ വന്നിട്ട് നിരത്തിയടക്കായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേനും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അടിച്ചിട്ട് വൃത്തിയാക്കിയ മുറ്റം തന്നെ അല്ലാട്ടോ തിരിച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇലകളായ ഇലകളും പിന്നെ അതുപോലെ തന്നെ നാരങ്ങ കടിച്ച് തുപ്പിയിട്ടിട്ടും അതിൻ്റെ വേസ്റ്റും ആകെ ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ. നമ്മൾ വൃത്തിയാക്കിയിട്ട് പോയൊരു സ്ഥലം വൃത്തികേടായിട്ട് കിടക്കണം, നമുക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോൾ കുരങ്ങന്മാരനെയൊക്കെ എന്താ പറയുക ആട്ടി വിടുന്നുണ്ട് ഏട്ടാ. ആ ബാക്കിൽ കൂടെ ഒക്കെ പോയിട്ട് കുരങ്ങന്മാരനെ ആട്ടണമൊക്കെ ഉണ്ട്. പക്ഷെ അവർ പോകണമൊന്നുമില്ല കേട്ടോ, അവർക്ക് യാതൊരു കുലുക്കൂല്ലാതെ അവർ നിൽക്കുന്നത്. അപ്പോൾ തുമ്പിയും കിച്ചും കൂടിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കിച്ചു ഇതിനകത്തിരുന്ന് കളിക്കേണ്ടി തോന്നുന്നു. തുമ്പിക്കുട്ടി ഇവിടെ പുറത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വേണം കുളിച്ചിട്ട് വേണം ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടപ്പെടുത്ത ഉമ്മർത്തൊക്കെ ഇരുന്നിട്ട് ഫോണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ക്ലാരിറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളെ അവിടെ പോയി നിൽക്കുക ഫോട്ടോ എടുത്ത് നോക്കട്ടെ എന്നൊക്കെ ഒരെണ്ണം തെക്കോട്ടാണ് ഒരെണ്ണം വടക്കോട്ടാണ് ഓടുന്നത്. അങ്ങനത്തെ രണ്ടെണ്ണമാണ് കേട്ടോ. അപ്പോൾ അവരതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് മേലൊക്കെ കഴുകി. ഇപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ മാവുണ്ടല്ലോ, ഇഡ്ഡലി ഉണ്ടല്ലോ, അത് തലേ ദിവസം അരച്ച് വെച്ച മാവാണ് കേട്ടോ. അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പുതിയ മാവിന് അരി ഞാൻ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അരയ്ക്കാനൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോൾ അരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോണ സമയത്ത്. അതിപ്പോഴത്തേനും കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുകയൊക്കെ വേണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മാത്രമേ കുളി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റവരുടെ ഒന്നും കുളി കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ തന്നെ ഒന്നും കുളിക്കില്ല കേട്ടോ. കാരണം ഞാനല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ കുളിക്കണ്ടേ. അപ്പോൾ അവർ ഒരു 6-7 മണി ആ സമയം അവിടെ കുളിക്കുള്ളൂ കേട്ടോ. കുളിക്കില്ല. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നേരത്തെ തന്നെ. അങ്ങനെ മാവ് അരക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ജാറിൻ്റെ ബാക്കിലൊരു കറുപ്പ് കളർ കണ്ടോ, അത് ചളിയൊന്നും ഇല്ല കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ എത്ര അരച്ചാലും പോണില്ല കേട്ടോ കഴുകുമ്പോൾ. അതൊരുമാതിരി കറയാണ് തോന്നുന്നു. കറ പോലെ അങ്ങനെ നിൽക്കുക കേട്ടോ. അത് പോവണന്നെ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ നിൽക്കുക കേട്ടോ ഞാൻ. അങ്ങനെ അരക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയത് ഇന്ന്. അപ്പം നമ്മൾ രാവിലത്തെ മാവ് കഴിഞ്ഞു. ഇത് മാവ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന മാവാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്യാസൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇനി തുടയ്ക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.